ദുരിതക്കയത്തിൽ 8 ആദിവാസി കുടുംബങ്ങൾ 45 വർഷമായി വീടില്ല. ഉരുൾപൊട്ടൽ ഭീഷണി. അധികൃതർ കണ്ണടയ്ക്കുന്നു. പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടം പഞ്ചായത്തിൽ തിരുവിഴാങ്കുന്ന് കാപ്പുപറമ്പ് തോടുകാട് ആദിവാസി ഉന്നതിയിൽ 8ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 45 വർഷമായി വീടില്ലാതെയും ജീവനും സ്വത്തിനും ഭീഷണിയുള്ള സ്ഥലത്തും ദുരിതത്തിൽ കഴിയുന്നു. വീടിനായുള്ള ഇവരുടെ അപേക്ഷകൾ സർക്കാർ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികളുടെ മുന്നിലും നിരന്തരം എത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. പഞ്ചായത്ത് വക ഒന്നുമില്ലാന്നാണ് ചോദ്യം പറയണത്. കാരണം ഞങ്ങള് ഫോറസ്റ്റിലാണ്. ഞങ്ങക്ക് പഞ്ചായത്ത് വക ഒരു ആനുകൂല്യം ഇല്ല. ഇത്രേ അങ്ങനെ പറഞ്ഞത്. വെള്ളം കിട്ടൂല, സാധനങ്ങൾ അങ്ങനെ ഒന്നും പഞ്ചായത്ത് വക ഞമ്മക്കില്ല. മലന്റെ ഉള്ളിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് 600 മീറ്റർ ദൂരത്ത് നിന്ന് പൈപ്പ് ഇട്ടിട്ടാണ് ഞങ്ങള് കുടിവെള്ളം എടുക്കുന്നത്. ഒരാഴ്ച മുന്നേ എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു നായനെ കൊണ്ടുപോയത്. അതൊന്നും സാറന്മാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവര് വരൂല്ല, തിരിഞ്ഞു നോക്കൂല. അത്രയാണ് ഞങ്ങളൊരു അവസ്ഥയിൽ പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇവിടെ ഈ തോടുകാട് കോണിൽ. ഞങ്ങള് MLA സാറിനോട് വരെ പറഞ്ഞിക്കണു, MLA വരെ പറഞ്ഞിക്കണു. ആ MLA വരെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് തരാ, 10 സെന്റ് സ്ഥലം തരാ, നിങ്ങൾക്ക് വീട് വെച്ച് വരാ, ഈ കൊല്ലം തന്നെ പാസ്സാക്കി തരാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ മഴക്കാലം കഴിയാനാവുന്നു. ഇത് ഇനി ഞങ്ങള് നാളെ പഞ്ചായത്ത് വന്നിരിക്കാണ്. അല്ല ഞങ്ങക്ക് രക്ഷല്ല. ഞങ്ങളെ ഉടുക്ക വരെ ഈ കുട്ടികളായിട്ട് മഴ പെയ്യാണ്. ഓല് ഇരുൾ പൊട്ടി എന്തെങ്കിലും സംഭവിച്ചിട്ട് ക്യാമറയും JCB ആയിട്ട് വന്നിട്ട് മാന്തി എടുക്കാനും വന്നിട്ട് അപ്പൊ TV-കാരായിട്ടും വന്നിട്ട് 5 ലക്ഷം തരാം 2 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ജീവൻ പോയി കിട്ടും. അപ്പോഴേ ഓല് വരുള്ളൂ. ഇപ്പൊ വരണം, ഇപ്പൊ വന്ന് ചെയ്യണം. നിങ്ങൾ JCB ഇതായിട്ട് അപ്പൊ വരും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്. ഇപ്പളാ വരുന്നത്. വീടും തരില്ലാന്ന് വീട് തരില്ലെന്ന് പറഞ്ഞു. സ്ഥലം പാസ്സാക്കൂലെന്ന് അവിടുന്ന് പഞ്ചായത്തിന് വരുമ്പോ പോകാറുണ്ടാണ്. ഞങ്ങള് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് വോട്ടേ ചെയ്യില്ല. വോട്ട് ബഹിഷ്കരിക്കൽ നമ്മളിവിടെ ഇരിക്കുന്നു പറയാ. ഞാൻ പറഞ്ഞു ഒരാൾക്കായിട്ട് വീട് കൊടുക്കാൻ പാടില്ല, പൈസ കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് വേണം പറഞ്ഞു. അത് പാസ്സാക്കൂല. വോട്ടേ ചെയ്യണില്ല. എന്താ പാസ്സാക്കാത്തവര്? ഇനി ഇവിടെ ആരും ഒരു രാഷ്ട്രീയക്കാരും വരില്ല ഇവിടെ. ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ വരില്ല. വോട്ടേ ചെയ്യില്ല. ഞങ്ങള് ബഹിഷ്കരിക്കാണ് വോട്ട്. തോടുകാട് ആദിവാസി ഉന്നതിയിലെ 8 കുടുംബങ്ങളാണ് വീടില്ലാത്ത ദുരിതത്തിൽ കഴിയുന്നത്. സുരക്ഷിതമായ ഒരു വീടിന് വേണ്ടി ഇവർ പഞ്ചായത്ത് ഓഫീസ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ നോക്കാം, പരിഹരിക്കാം എന്ന പതിവ് പല്ലവി പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഇവരെ മടക്കി അയക്കുകയാണ് പതിവെന്ന് കുടുംബങ്ങൾ പറയുന്നു. ഇറക്കണോ ഇത് ഇറങ്ങണോ അവിടെ നിന്നല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വരും പിള്ളേരെ കൊണ്ട്. സത്യം വേണ്ട, ഇത് 3-4 വർഷമായി. ഈ പഞ്ചായത്തിന്റെ ഒരു അനുമതിക്ക് മാത്രമാണ് ഇപ്പൊ കാത്തിക്കുന്നത്. മെമ്പർമാർ അന്നോ ചെയ്തിട്ടാണെങ്കിൽ ഇന്നതൊന്നും വിഷയമല്ല. ഇതുവരെ ആരും എന്താ പറയുക, ഒന്നാമത് ഇവര് വോട്ടർ പട്ടിക ഉണ്ടായില്ല. മെയിൻ വിഷയം അതായിരുന്നു. ഇവരെ വോട്ടർ പട്ടിക ഉണ്ടായിരുന്നു. അത് ജയ്സാർ വന്നപ്പോ മുന്നത്തെ സെക്രട്ടറി ഉണ്ടല്ലോ, ഈ സെക്രട്ടറി 10-35 ആൾക്കാര് ഞങ്ങളുടെ വാർഡിന് 10-35 ആൾക്കാര് പിന്നെ ഒന്നായിട്ട് വോട്ടർ പട്ടിക ചേർത്ത് എല്ലാ രേഖയും ക്ലിയർ ആക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ അവിടെ അവകാശം ഉണ്ടെന്ന് ഉറപ്പായില്ല. മറ്റേത് അവിടെയാണോ എവിടെയാണോ എന്ന് ഇവരോട് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. 3-ാം തീയതി മുന്നേ ഇതിന്റെ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ 3-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്താൽ പിന്നെ കിട്ടിയിട്ട് കാര്യമുണ്ടാവില്ല. അത് അവിടുന്ന് പാലക്കാട് നിന്ന് തന്നെ കുടുംബങ്ങൾ താമസിക്കുന്ന പാറയുടെ മുകളിലുള്ള ഈ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണ്. പ്രളയം ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് അധികൃതർ പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും സഹായത്തോടെ ഇവരെ അടുത്തുള്ള കാപ്പുപറമ്പിലെ മദ്രസയിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. ക്യാമ്പ് അവസാനിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകി വീണ്ടും ഈ അപകടകരമായ കുടിലുകളിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച് അധികൃതർ മടങ്ങും. ഇതിനോടൊപ്പം വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം 8ഓളം വരുന്ന കാട്ടാനക്കൂട്ടം വീടിനടുത്തുള്ള മരങ്ങൾ ചവിട്ടി വീഴ്ത്തി വനം വകുപ്പിന് പരാതി നൽകിയിട്ടും ഫെൻസിംഗോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല. ഈ കുടുംബങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്കോ റേഷൻ കടയിലേക്കോ പോകണമെങ്കിൽ 1.5 കിലോമീറ്ററോളം വരുന്ന മലയോര പാത താണ്ടി കാപ്പുപറമ്പിലെത്തണം. ഓട്ടോറിക്ഷയ്ക്ക് ഏകദേശം 250 രൂപയോളം ചെലവ് വരും. കൂടാതെ 1.5 കിലോമീറ്ററോളം വരുന്ന ഈ വഴിയിൽ വഴിവിളക്കുകളോ മറ്റ് ലൈറ്റുകളോ ഇല്ല. ഇത് വന്യജീവി ആക്രമണ ഭീഷണി വർദ്ധിപ്പിക്കുന്നു. മണ്ണാർക്കാട് MLA
അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ MLA-യുടെ ഭാഗത്തു നിന്നും നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. MLA സാറിനോട് വരെ പറഞ്ഞിക്കണു, MLA-നോട് വരെ പറഞ്ഞിക്കണു. ആ MLA വരെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് തരാ, 10 സെന്റ് സ്ഥലം തരാ, നിങ്ങൾക്ക് വീട് വെച്ച് വരാ, ഈ കൊല്ലം തന്നെ പാസ്സാക്കി തരാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ മഴക്കാലം കഴിയാനാവുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിരന്തരം പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. നിരവധി തവണ പഞ്ചായത്തിലെത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ നോക്കാം, പരിഹരിക്കാം എന്ന് പറഞ്ഞുവിടും. പിന്നെ അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്ന് പ്രദേശവാസിയും സാമൂഹിക പ്രവർത്തകനുമായ മാനു എന്ന ഷിഹാബ് പറയുന്നു. കാപ്പൂർമ പ്രദേശത്ത് തോടുകാട് കോളനിക്കാരാണ് ഇവര്. 11ഓളം കുടുംബങ്ങളുണ്ട്. ഇവരെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ വീട് അലാക്കിൻ്റെ ഒരു ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലുള്ളൊരു കുന്നും പ്രദേശത്താണ്. അപ്പോൾ ഈ പ്രളയം കാരണം ഇവരെ വർഷവും ഒരു 4 മാസം നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടും അതൊരു പോലീസ് വണ്ടി, ഒരു ഫോറസ്റ്റ് വണ്ടി, പഞ്ചായത്തിൻ്റെ വണ്ടി കൊടുത്തിട്ട് ഇവർക്ക് പല വാഗ്ദാനങ്ങളും ചെയ്ത് തിരിച്ചു പോകില്ല അറിയുമ്പോൾ പറയും 2 മാസം കൊണ്ട് നിങ്ങൾക്ക് വീടാവും എന്ന് പറഞ്ഞു കൊടുന്ന് 5 വർഷത്തോളം ഇവരെ നിരന്തരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു, ബലമായി പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നിർത്തിയിട്ട് ഇവരെ നാട്ടുപ്രദേശത്ത് ഒരു 10 സെൻറ്റ് കൊടുത്ത് അതിലൊരു വീടും വെച്ച് അമ്പലപ്പാറയ്ക്കപ്പോൾ ചെയ്തല്ലോ. അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി അനുമതി കൊടുത്താൽ ട്രിബ്യൂണൽ ഓഫീസ് പാലക്കാട് പറഞ്ഞത് ഇവരെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇവർക്ക് ബാക്കിയുള്ള അനുമതിയും ഫണ്ടും അവർ പാസ്സാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിൻ്റെ പോർട്ടലിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. അവരും പറഞ്ഞത് പഞ്ചായത്തിൻ്റെ അനുമതി മേടിച്ച് നേരെ പാലക്കാട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിനെ ഞങ്ങൾ ഇടപെടുത്തിക്കണേ. ഇതും സംഭവം 2 ദിവസം കൊണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ തൽക്കാലം ഇലക്ഷൻ ഇവർ ബഹിഷ്കരിക്കുകയും ചെയ്യും. അതിൻ്റെ പുറത്ത് പഞ്ചായത്തിൽ വന്ന് കുതിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ പഞ്ചായത്ത് ഭരണസമിതിയും എടുക്കേണ്ട ആവശ്യമെല്ലാം സെക്രട്ടറിയും ഇത് നേരെ പോലെ കൈകാര്യം ചെയ്ത ആ അനുമതി കൊടുത്ത് ഇവരെ നാട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചാലേ ഒരു പരിഗണന ഇവർക്ക് നൽകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിനോട് പ്രത്യേകിച്ച് പറയുന്നു. താമസിക്കുന്ന സ്ഥലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് ഈ കുടുംബങ്ങളുടെ പ്രധാന ആവശ്യം. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. ഇവരുടെ സഞ്ചാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പ്രദേശവാസിയായ സാമൂഹിക പ്രവർത്തകൻ മാനു എന്ന ഷിഹാബാണ് സ്വന്തം വാഹനം ഉപയോഗിച്ച് സഹായം ചെയ്യുന്നത്.